ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിന് പിന്നിൽ നടന്നത് രാജ്യത്തെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടമാണ്. ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹാംഗങ്ങളായ അങ്കമാലി എളവൂർ ഇടവാംഗമായ സിസ്റ്റർ പ്രീതി മേരി, കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവാംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെയാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തത്. കത്തോലിക്ക സന്യാസിനിമാർ നടത്തുന്ന ആശുപത്രിയിൽ ജോലി ചെയ്യാൻ നാരായൺപൂരിൽ നിന്നും 60 കിലോമീറ്റർ അകലെയുള്ള ഓർച്ച് എന്ന സ്ഥലത്തെ 3 പെൺകുട്ടികൾ നാരായൺപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള ദുർഗ് എന്ന സ്ഥലത്താണ് ട്രെയിൻ ഇറങ്ങിയത്. മാതാപിതാക്കളുടെ സമ്മതത്തോടെ പോയവരായിരുന്നു പെൺകുട്ടികൾ. മാതാപിതാക്കൾ എഴുതി നൽകിയ സമ്മതപത്രം ഇവരുടെ പക്കലുണ്ടായിരുന്നു. സ്റ്റേഷനിലെത്തിയപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൈവശമില്ലാതിരുന്ന പെൺകുട്ടികളെ TT തടഞ്ഞു. കന്യാസ്ത്രീകൾക്കൊപ്പം ആശുപത്രിയിൽ ജോലി ചെയ്യാൻ പോവുകയാണെന്നും തുടർന്നുള്ള യാത്രാ ടിക്കറ്റുകളും വിവരങ്ങളും കന്യാസ്ത്രീകളുടെ കയ്യിലുണ്ടെന്നും ചോദ്യം ചെയ്യലിനിടെ പെൺകുട്ടികൾ പറയുകയും ചെയ്തു. എന്നാൽ TT ഈ വിവരം പ്രാദേശിക ബജ്രംഗ് ദൾ പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. ഉടനെ സ്ഥലത്തെത്തിയ അവർ പ്രശ്നമുണ്ടാക്കുകയും കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകരും ആൾക്കൂട്ടങ്ങളും ബഹളമുണ്ടാക്കി. തങ്ങൾ ക്രൈസ്തവരാണെന്നും പെൺകുട്ടികൾ ആവർത്തിച്ച് അറിയിച്ചെങ്കിലും ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് കന്യാസ്ത്രീകളെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയായിരുന്നു. പെൺകുട്ടികളെ ദുർഗിലെ വിമൻ വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിലേക്ക് മാറ്റി. കനത്ത മഴയെ തുടർന്ന് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇന്നലെ ദുർഗിലെത്താൻ കഴിഞ്ഞില്ല. അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ നാളെ കോടതിയിൽ സമർപ്പിക്കും. പ്രായപൂർത്തിയായ ഈ 3 പെൺകുട്ടികളും ക്രിസ്ത്യാനികൾ ആയിരിക്കെയാണ് കന്യാസ്ത്രീമാർക്കെതിരെ മനുഷ്യക്കടത്തിനും മതപരിവർത്തന നിയമപ്രകാരവും കേസെടുത്തിരിക്കുന്നതെന്നതും വിചിത്രമാണ്.